Hey my angels, എൻ്റെ പേര് ഐശ്വര്യ and welcome to our channel Blush with Ash. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഞാൻ റീസെന്റ് ട്രൈ ചെയ്ത ഒരു 1.5-2 ആഴ്ചയുടെ ഇടയിൽ ഞാൻ ട്രൈ ചെയ്ത കുറച്ച് പ്രൊഡക്ട്സിന്റെ റിവ്യൂ ആണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ അകത്ത് ഒരേ ഒരു പ്രൊഡക്റ്റ് മാത്രം എനിക്ക് PR വന്നതാണ്. ബാക്കി എല്ലാം തന്നെ ഞാൻ പർച്ചേസ് ചെയ്തതാണ്. കുറച്ച് നൈക്കയുടെ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, നൈക്കയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്, ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ഇന്റർനാഷണൽ മേക്കപ്പ് സെയിൽ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച 1-2 പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ കുറച്ച് ചിലതൊക്കെ എനിക്ക് നമ്മൾ റീലിന്റെ സജഷനിൽ വരുമ്പോൾ ചിലത് ആഡ് വരുമ്പോൾ അങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ട് അങ്ങനെയൊക്കെ കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ആൻഡ് ഓൾസോ നമ്മൾ കുറേ നാളായിരുന്നു ഇങ്ങനെ ഒരു റിവ്യൂ വീഡിയോ ഇട്ടിട്ട്. ഇന്നത്തെ വീടിൻ്റെ അകത്ത് നമ്മൾ കുറേ നിറച്ച് അധികം പ്രൊഡക്ട്സ് ഒന്നുമില്ല, ഒരു 8-10 പ്രൊഡക്ട്സ് ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് കൂടുതൽ പ്രൊഡക്ട്സിന് റിവ്യൂ ആവും തോറും എനിക്ക് ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് മടിയാവും. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഷോർട്സ് ഒക്കെ വന്നേക്കുന്നുണ്ട്, റിവ്യൂ വീഡിയോ ഒക്കെ എത്രത്തോളം ആൾക്കാർ കാണുന്നുണ്ട്. എനിക്ക് പ്യുവർ മേക്കപ്പ് ലവേഴ്സ് മാത്രമായിരിക്കും റിവ്യൂ വീഡിയോസ് കാണുന്നുണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല, പടയെന്ന് എനിക്കൊന്ന് ഒരു പ്രൊഡക്റ്റിന് 1 മിനിറ്റ് കൊടുത്തിട്ട് ഞാൻ റിവ്യൂ ചെയ്ത് 10 മിനിറ്റിനുള്ളിൽ വീഡിയോ അവസാനിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ നമുക്ക് ഇനി ഒത്തിരി സംസാരിച്ച സമയങ്ങളായിരുന്നു. ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. ഫസ്റ്റ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു മേക്കപ്പ് ബ്രഷ് ആണ് കേട്ടോ. മേക്കപ്പ് ബ്രഷ് എന്ന് പറയുമ്പോൾ മാസിന്റെ 4-in-1 മേക്കപ്പ് ബ്രഷ് ആണ്. ഇത് ഞാൻ റീൽസിൽ കണ്ടിട്ട് പർച്ചേസ് ചെയ്ത സംഭവമാണ്. ആൻഡ് ഇതിന് 400 rupees ഉള്ളൂ, അതായത് അണ്ടർ 500 rupees ഉള്ളൂ ഈ ഒരു പ്രൊഡക്റ്റിന്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ബ്രഷസ് ഉണ്ട്, അതായത് ഒരു ഫൗണ്ടേഷൻ ബ്രഷ്, ഒരു പൗഡർ ബ്രഷ്. ആൻഡ് ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 2 ഐ ഷാഡോ ബ്രഷ് ഇതിൻ്റെ അകത്ത് കിട്ടും കേട്ടോ. കണ്ട ഇങ്ങനത്തെ കുഞ്ഞ് 2 ഐ ഷാഡോ ബ്രഷസ് ഇതിൻ്റെ അകത്ത് കിട്ടും. അപ്പോൾ ഞാൻ കുറേ പേര് റീലിലൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തത്. ഇത് ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. ആൻഡ് ഇതിന്റെ റിവ്യൂ പറയുവാണെങ്കിൽ ഇതിന്റെ ഫൗണ്ടേഷൻ ബ്രഷ് അടിപൊളിയാണ്. ബിക്കോസ് ഓൾറെഡി എൻ്റെ കയ്യിൽ മാസിന്റെ ഫൗണ്ടേഷൻ ബ്രഷസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ബ്രഷസ് ആസച്ച് അടിപൊളിയാണ്. ഫൗണ്ടേഷൻ ബ്രഷ് അടിപൊളി, പൗഡർ ബ്രഷ് അടിപൊളി. ഇത് വേണമെങ്കിൽ നമുക്ക് ബ്ലഷ് ഇടാനൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ 2 തരത്തിലും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഐ ഷാഡോ ബ്രഷിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ ഐ ഷാഡോ കുറച്ച് ദൂരത്ത് നിന്ന് പിടിച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു പ്രിസിഷൻ കിട്ടുന്നത്. ഇതൊരു വളരെ കുഞ്ഞൊരു, അതായത് എനിക്കൊണ്ട് നമ്മൾ ഷാർപ്പൺ ചെയ്ത് തീർന്നു പോയ ഒരു പെൻസിലിൻ്റെ ഒരു അത്രയും ഉള്ളത് കൊണ്ട് എനിക്ക് കുറച്ച് ബ്ലെൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി ഈ ഒരു ഐ ഷാഡോ ബ്രഷ് കേട്ടോ. രണ്ടും അതെ. ഇത് ഇപ്പുറത്തെ സൈഡ് പിന്നെയും കുഴപ്പമില്ല, ബിക്കോസ് നമുക്ക് മറ്റേ ഗ്ലിറ്ററോ ഷിമ്മറോ ഒക്കെ അപ്ലൈ ചെയ്യാൻ വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ബ്ലെൻഡിങ് ബ്രഷ് എന്ന് പറയുന്നത് ഐ ഷാഡോക്ക് അത്ര ആപ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ബട്ട് ഒരു ബിഗിനറിനാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാണ്ട് നിങ്ങൾ സ്ഥിരമായിട്ട് മേക്കപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 3 ബ്രഷിന് നമുക്ക് 3 ബ്രഷ് എടുക്കുന്നതിന് പകരം ഇതെടുക്കാം. ആ 4ാമത്തെ ബ്രഷിന് പകരം ഒരു ബ്ലെൻഡിങ് ബ്രഷ് എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. ഇനി ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഫേസസ് കാനഡയുടെ പീച്ചസ് ആൻഡ് ക്രീം ടിൻറ്റഡ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഞാൻ ആക്ച്വലി പറയുവാണെങ്കിൽ ടിൻറ്റഡ് മോയ്സ്ചറൈസർ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ആൻഡ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതെനിക്ക് PR വന്ന സാധനമാണ്. ഞാൻ 1-2 പ്രൊഡക്ട്സ് PR വന്നെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതിന് ഷെയ്ഡ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ പിടുത്തമില്ല. ഷെയ്ഡ് ഒന്നും മെൻഷൻ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അറിയില്ല. എന്തായാലും ഞാനിത് ബ്ലെൻഡ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്കിത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തോന്നി. മോയ്സ്ചറൈസറും നമുക്കൊരു ചെറിയ ടിൻറ്റുമായിട്ട് ഇത് നല്ലതാണ്. പക്ഷെ ഇതൊരു ഫെയർ ടു മീഡിയം ആൾക്കാർക്കായിരിക്കും കുറച്ചും കൂടി നല്ലത് ഈ ഒരു പെർട്ടിക്കുലർ സമ്മറിന്. അല്ലാണ്ട് നല്ലൊരു ഫിനിഷ് ഉണ്ട്, നല്ല പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് ബ്ലെൻഡ് ആവുന്നുണ്ട്. അപ്പം നമുക്കൊരു ഡെയിലി വെയറിനൊക്കെ ഇത് ഭയങ്കരമായിട്ട് എനിക്കൊരു നല്ല ഹെൽപ്ഫുൾ ആണ്. 599 rupees ആണ്. നിങ്ങൾ പേർപ്പിൾ നിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഈ ഫേസസ് കാനഡയ്ക്കൊക്കെ ഓഫർ ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. പിന്നെ ചെറിയ റിങ്കിൾസ് അല്ലെങ്കിൽ ക്രോഫിറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒരു ഇച്ചിരി പ്രൈമർ ഇടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കയറി ഇത് സെറ്റിൽ ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതന്നെ നല്ലൊരു മണമുണ്ട്. പീച്ചസ് ആൻഡ് ക്രീം എന്ന് പറഞ്ഞാൽ ഒരു പീച്ചിൻ്റെ ഒരു അടിപൊളി സ്മെല്ലുണ്ട്, നല്ലൊരു അടിപൊളി ഫീൽ ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ പ്രോഡക്റ്റ് ഭയങ്കര ഇഷ്ടമായി. ഇനി ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത് വീണ്ടും ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ദാറ്റ് ഈസ് ഫ്രം മസാബ ഗുപ്തേൻ്റെ ബ്രാൻഡ് ആയിട്ടുള്ള ലവ് ചൈൽഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. ഇത് അവരുടെ ആഡിൽ കണ്ടിട്ടാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ബിക്കോസ് അവരുടെ ലേറ്റസ്റ്റ് ലോഞ്ച് ആയിരുന്നു ഈ ഒരു ഫൗണ്ടേഷൻ. ആൻഡ് 18 ഷെയ്ഡ്സ് ആണുള്ളത്. എല്ലാ ഇന്ത്യൻ സ്കിൻ ടോണിനും മാച്ച് ചെയ്യാൻ വേണ്ടി പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഇതിന്റെ പേര് തന്നെ ലൈറ്റ്സ് ക്യാമറ ഫൗണ്ടേഷൻ എന്നാണ്. 4K മാറ്റ് ഫിനിഷ് ആണ്. ഇവരുടെ ക്ലെയിംസ് എന്തൊക്കെയാന്ന് വെച്ചാൽ ലോങ് വെയർ ആണ്, വെതർ പ്രൂഫ് ആണ്, ഫുൾ കവറേജ് ആണ്, മാറ്റ് ഫിനിഷ് ആണ്, ഹൈഡ്രേറ്റിംഗ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാം ഈ ക്ലെയിംസ് എല്ലാം അടിപൊളിയായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു നല്ലൊരു ഫൗണ്ടേഷൻ ആണ്. ഞാൻ ആക്ച്വലി മസാബ ഗുപ്തേൻ്റെ ലവ് ചൈൽഡിന്റെ പ്രൊഡക്ട്സ് ഒന്നും തന്നെ ട്രൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് എക്സ്പെക്ടേഷൻസ് ഇല്ല. നമ്മൾ ഏതെങ്കിലും പ്രൊഡക്റ്റ് മുന്നേ ട്രൈ ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് വാങ്ങുന്നത്. പക്ഷെ ഇതൊന്നുമില്ല, 0 എക്സ്പെക്ടേഷനിൽ വാങ്ങിയ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മെയിൻ ആയിട്ട് ഇതിന്റെ ഫിനിഷ് ബ്യൂട്ടിഫുൾ ഫിനിഷ് ആണ്. ആൻഡ് നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. മാറ്റ് ഫിനിഷ് ആണെങ്കിലും നല്ലൊരു ഹൈഡ്രേറ്റിംഗ് ലുക്കാണ്. എനിക്ക് എൻ്റെ ഫീൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ രാവിലെ മുതൽ രാത്രി 12 hours ടെസ്റ്റ് ചെയ്തിട്ട് മേക്കപ്പ് നല്ല പുന്നാര കട്ട മാതിരി നല്ല സൂപ്പർ ആയിട്ട് ലോങ് ലാസ്റ്റ് ചെയ്തിട്ടോ. അതാണ് ഏറ്റവും എനിക്ക് സന്തോഷം വന്നത്.
കിഡിലൻ ഫൗണ്ടേഷൻ ആണ്. 1000 റുപ്പീസിന് താഴത്താണ് ഇതിന്റെ റേഞ്ച്. എനിക്ക് തോന്നുന്നു 850 അങ്ങനെ എന്താണ് ഈ ഫൗണ്ടേഷൻ റേറ്റ്. എന്റെ ഷെയ്ഡ് വന്നിട്ട് മോക്ക ഡെബ്യൂ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഐ ജസ്റ്റ് ലവ് ദിസ് ഫൗണ്ടേഷൻ, ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിന്റെ കൂടെ തന്നെ ഞാൻ വാങ്ങിച്ച അവരുടെ ഒരു ലിപ്സ്റ്റിക് ആണ് ഗെയിം ഓൺ, അതായത് മസാബ ഗുപ്തയുടെ തന്നെ ഗെയിം ഓൺ മാഡ് മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക് കേട്ടോ. ഇത് പാക്കിൻ്റെ അകത്താണെങ്കിലും ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തതാണ്. ഞാൻ ഈ വാങ്ങിച്ചത് ഒരു നല്ലൊരു കൂൾ ടോൺ റെഡ് ആണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് റാണി എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. ഈ ഒരു ലിപ്സ്റ്റിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് കുറച്ച് അധികം ലോങ് ലാസ്റ്റിംഗ് അല്ല എന്ന് നമുക്ക് ഈസിലി പറയാം. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒട്ടും കിസ് പ്രൂഫ് അല്ല. ഞാൻ വാവയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അതിൻ്റെ മുഖത്തും ചുണ്ടിലും മൂക്കിലും എല്ലായിടത്തും ആയിരുന്നു. ഒരു 4 hours ഇത് എന്താ പറയുക ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫുഡ് കഴിക്കുമ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ അത് മാഞ്ഞു പോകുന്നില്ല, പക്ഷെ നമ്മൾ ട്രാൻസ്ഫർ ആവുന്നുണ്ട് ഭയങ്കരമായിട്ട് കപ്പിലേക്ക് കിസ് ചെയ്യുമ്പോൾ. അങ്ങനെയൊക്കെ നല്ലതായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഇത് ഫുള്ള് നമ്മുടെ ചുണ്ടിൽ നിന്ന് മാഞ്ഞു പോകും. ചെറിയൊരു ടിൻറ്റ് മാത്രം വെക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് ഇത് 900 റുപ്പീസും ആണ് ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കിന്. സോ ഇത് ഞാൻ അങ്ങനെ അധികം റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബിക്കോസ് ലിക്വിഡ് ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത് ഭയങ്കരമായിട്ട് ലാസ്റ്റ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് അത് ട്രാൻസ്ഫർ ചെയ്തോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പോകാൻ പാടില്ല. പ്രത്യേകിച്ച് 900 റുപ്പീസിന്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും യു ക്യാൻ സ്കിപ്പ് ദിസ് വൺ. എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതിന്റെ റേഞ്ചിൽ ഇവരുടെ റേഞ്ചിൽ വേറെയും കുറെ പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. കൺസീലർ ഉണ്ട്, ഇത് ബ്ലഷും ഹൈലൈറ്റേഴ്സും അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വഴിയെ അത് വേറെ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഇനി ഞാൻ ട്രൈ ചെയ്തത് നയിക്കേണ്ട സ്റ്റോറിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. ഇത് നിക്സിൻ്റെ തന്നെ ബേ വിത്ത് മീ ബ്ലർ എന്താ പറയുന്നത്, ഇത് ടിൻറ്റഡ് ഫൗണ്ടേഷൻ എന്നാണ് പറയുന്നത്, ടിൻറ്റ് ആണെന്നാണ് പറയുന്നത്. ബട്ട് ഇറ്റ്സ് എ ഫുൾ കവറേജ് ഫൗണ്ടേഷൻ. എന്തിനാണ് ടിൻറ്റ് എന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല. ബേ വിത്ത് മീ ബ്ലർ കണ്ണു പിടിക്കണില്ലല്ലേ ഈശ്വര, ബ്ലറിങ് ടിൻറ്റ് ഫൗണ്ടേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 850 റുപ്പീസ് ആയിരുന്നു. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് മീഡിയം ഷെയ്ഡാണ്. ഐ ടോട്ടലി ലവ് ദിസ് വൺ. ഇത് ഭയങ്കര അടിപൊളിയാണ്. ഞാനിത് മുന്നേ നൈക്കയുടെ സ്റ്റോറിൽ പോയപ്പോഴത്തേക്കും ഈ പ്രൊഡക്റ്റോട് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടിൻറ്റ് ആണെങ്കിൽ എനിക്ക് ടിൻറ്റഡ് സാധനങ്ങൾ, അതായത് ടിൻറ്റഡ് ടിൻസ്, CC ക്രീം, BB ക്രീം അങ്ങനത്തെ സാധനങ്ങളോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. ബിക്കോസ് ഐ പ്രിഫർ പുട്ടിങ് ഫൗണ്ടേഷൻ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ടിൻറ്റ് അല്ലെന്നിട്ട് സ്കിപ്പ് ചെയ്തതാണ്. പക്ഷേ അവർ പറഞ്ഞത് ഫുൾ കവറേജ് ഫൗണ്ടേഷൻ പോലെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ട് ഐ വാസ് ഗ്ലോഡ് അവേ. എനിക്ക് അത്രയ്ക്കും ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു. നല്ല ബ്യൂട്ടിഫുൾ ഫിനിഷാണ്, നല്ല രസമാണ് കേട്ടോ. ഫേസിലിട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. ലോങ് ലാസ്റ്റിംഗ് ആണ്, ഹൈഡ്രേറ്റിംഗ് ആണ്, അടിപൊളിയാണ്. കുറച്ച് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു മീഡിയം കവറേജിലിടാം, ഒരു ഇച്ചിരി എക്സ്ട്രാ എടുക്കുകയാണെങ്കിൽ ഫുൾ കവറേജിലിടാം. അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. വർത്ത് എവറി പെനിയാണ്. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. എത്ര ഷെയ്ഡ്സ് ഉണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ മീഡിയം ആണ് എടുത്തത് കേട്ടോ. ഇത് മസ്റ്റ് ട്രൈ ആണ്. ഇത് ഞാൻ വാങ്ങിയിട്ട് ഈ പറഞ്ഞ മാതിരി അയ്യോ ശരിയാവോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് വാങ്ങിച്ചത്. പക്ഷേ ഷെയ്ഡ് വൈസ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ജസ്റ്റ് ലവ് ഇറ്റ്. ഇനി ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത് സ്വിസ് ബ്യൂട്ടീൻ്റെ തന്നെ ഒരു ക്രീം അപ്പ് ബ്ലഷ് വിത്ത് ഷിയർ ബട്ടർ ആണ് കേട്ടോ. എനിക്കൊന്ന് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. നമ്മുടെ മേക്കപ്പ് റെവല്യൂഷൻ്റെ ബ്ലഷിൻ്റെ ഒരു ഡ്യൂപ്പായിട്ട് വേണമെങ്കിൽ പറയാം. എക്സാക്ട്ലി ആ ഒരു സെയിം ഒരു പാക്കേജും കാര്യങ്ങളാണ് കേട്ടോ. ഇതിനാകെ 250 രൂപയുള്ളൂ. ഓ മൈ ഗാഡ്. ഇതിൻ്റെ ഒരു പെർഫോമൻസും ഇതിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ ലെവലാണ്. അതായത് നമ്മുടെ സ്കിന്നിൽ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫിനിഷാണ്. ക്രീം ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ്. സ്കിന്ന് നല്ല ഗ്ലോയി ആയിട്ടിരിക്കുന്നുണ്ട്. ഓൾസോ ഇത് നല്ലോണം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമ്മളുടെ എല്ലാ ബ്ലഷസും ഒന്നും നമുക്ക് നമ്മളുടെ ഫേസിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടിരിക്കണം എന്നൊരു നിർബന്ധമില്ല. പക്ഷേ ഇത് എന്ത് രസമായിട്ടെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഇരിക്കുന്നത്. ഫൗണ്ടേഷൻ ക്രീം ആയതുകൊണ്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫൗണ്ടേഷൻ ഒന്നും മൂവ് ചെയ്യില്ല. ലോങ് ലാസ്റ്റിംഗ് ആൻഡ് ഓൾസോ നല്ല ഗ്ലോസി ജ്യൂസി ആയിട്ടാണ് ഇതിരിക്കുന്നത്. ജസ്റ്റ് 250 റുപ്പീസിന് എന്ത് നല്ല സാധനം. എനിക്കറിയില്ല കേട്ടോ, ഇത്രയ്ക്ക് നല്ല പ്രൊഡക്റ്റ് ഫോർമുലേഷൻ. ഐ വാസ് ലൈക്ക് അടിപൊളി. ഹൈ പിഗ്മെന്റഡ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, ലോങ് വെയർ ആണ്, നല്ല ഗ്ലോയി ലുക്കാണ്. ജസ്റ്റ് അത് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് മസ്റ്റ് ബൈ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ കേട്ടോ. മൊത്തം വെള്ളിയാണ് ഇഷ്ടം ഇന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും. ആൻഡ് ഞാൻ വാങ്ങിച്ച ഷെയ്ഡ് വന്നിട്ട് ഷെയ്ഡ് കാണുന്നില്ല. ഷെയ്ഡ് കിട്ടി 05 ചീക്കോ പിങ്ക് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. എനിക്കോട് ഒരുമാതിരിപ്പെട്ട എല്ലാ സ്കിൻ ടോണുകൾക്കും ഇത് നന്നായിട്ട് മാച്ച് ആണ് ഒരു ഷെയ്ഡാണ്. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് റെനേൻ്റെ ഒരു ബോളിവുഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടൊരു പ്രൈമറാണ്. ഇത് ആക്ച്വലി കുറേ പ്രാവശ്യങ്ങളായി കുറേ പ്രാവശ്യമായിട്ട് ഞാൻ വാങ്ങണം എന്ന് ചോദിച്ചതാണ്. ഞാൻ വീഡിയോസിൽ ചില ആൾക്കാരുടെ റിവ്യൂ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഞാൻ ആമസോണിൽ നോക്കുമ്പോഴത്തേക്കും റിവ്യൂവിൽ കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും പ്രൊഡക്ട്സ് വാങ്ങുമ്പോൾ റിവ്യൂ നോക്കിയിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ റിവ്യൂവിലൊക്കെ ഭയങ്കര റിവ്യൂ ആണ് ഈ പ്രൊഡക്റ്റിന്. അപ്പോൾ ഞാനതൊരു പ്രൈമറിന് ഇത്രയും റിവ്യൂ, അതായത് 4.2+ റിവ്യൂ ആണ് എപ്പോഴും ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ റീസെൻ്റ്ലി ആമസോണിൽ വാങ്ങിച്ചതാണ്. ഒരേ ഒരു കാര്യം എനിക്ക് ഇതിൻ്റെ ഇഷ്ടമില്ലാത്തതെന്ന് വെച്ചാൽ എൻ്റെ സ്മെല്ലാണ്. എനിക്ക് ഇതിൻ്റെ മണം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ
നമ്മുടെ സ്കിന്നിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അത് പെട്ടെന്ന് ബ്ലെൻഡ് ആയി പോകട്ടോ, നമുക്ക് അങ്ങനെ അതേ ഫീൽ ചെയ്യുന്നില്ല. ബട്ട് ദിസ് പ്രൈമർ ഈസ് ടോപ്പ് നോച്ച് എന്ന് തന്നെ പറയണം. ബിക്കോസ് നല്ല അമേസിങ് ആയിട്ട് നമ്മളുടെ സ്കിന്നിൽ മേക്കപ്പ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ പോസ്, ഓപ്പൺ പോസ് ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ബ്ലർ ഔട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഫിനിഷ് ചെയ്യുന്നുണ്ട്. ഓയിലി സ്കിന്ന് ആൾക്കാർക്കൊക്കെ അടിപൊളിയാണ്. ഒരു സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്രൈമറാണ്. ജസ്റ്റ് ട്രൈ ദിസ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റന്റ് ഫൈൻ ലൈൻ റിഡക്ഷൻ, അത് കറക്റ്റ് ഉണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഫൈൻ ലൈൻ റിഡക്ഷൻ കിട്ടുന്നുണ്ട്. ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും. ഫൗണ്ടേഷൻ നല്ലോണം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ മുന്നേ കാണിച്ച ഫൗണ്ടേഷൻസ് ഒക്കെ ഞാൻ ഇത് വെച്ചിട്ടാണ് ട്രൈ ചെയ്തത്. ആ ഫൗണ്ടേഷൻ ആസ് സച്ച് നല്ല പെർഫോമൻസ് ആണ്. അതിൻ്റെ കൂടെ എനിക്ക് ഈ പ്രൈമറും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ലോങ് ലാസ്റ്റിംഗ് ആൻഡ് ഫ്രഷ് ആയിട്ടിരിക്കും നമ്മളുടെ മേക്കപ്പ്. അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കേട്ടോ. സോ ഗുഡ്. നെക്സ്റ്റ് വന്നിട്ട് നിക്സിൻ്റെ പ്ലംപ് റൈറ്റ് ബാക്ക് വിത്ത് ഇലക്ട്രോലാക്സ് മിക്സ് പ്രൈമർ ഉണ്ട്. പ്ലംപിംഗ് പ്രൈമറാണ് ഇത്. എനിക്ക് PR വന്നതായിരുന്നു. നൈക്കയുടെ സെയിലിൻ്റെ ബോക്സിനകത്ത് വന്നതാണ്. ജസ്റ്റ് അമേസിങ്, ഭയങ്കര നല്ല സാധനോടാ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒരു പമ്പ് ഫോമിലാണ് വരുന്നത്. ഇറ്റ്സ് സോ ഗുഡ്. അതായത് നമ്മുടെ സ്കിന്ന് നല്ല റിഫ്രഷ്ഡ് ആയിട്ട്, നല്ല പ്ലംപി ആയിട്ട്, നല്ല ഗ്ലോയി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു നിക്സിൻ്റെ പ്രൈമർ, പ്ലംപ് അപ്പ് പ്രൈമർ. പേര് പറയുന്നത് പോലെ തന്നെ ആ പേരിനോട് കറക്റ്റ് ജസ്റ്റിസ് കാണിക്കുന്ന ഒരു പ്രൈമറാണ്. ബ്യൂട്ടിഫുൾ പ്രൈമറാണ്. നന്നായി ഇത് പെട്ടെന്ന് നമ്മളുടെ ഒരു ഹൈലറോണിക് ആസിഡ് ഒക്കെ ഇട്ടത് പോലെ പെട്ടെന്ന് അങ്ങോട്ട് ബ്ലെൻഡായി പോകും. പക്ഷെ അത് തരുന്ന ഫിനിഷ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല രസമാണ്. സ്കിന്ന് നല്ലൊരു ഇതിൻ്റെ മേലെ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു ബ്യൂട്ടിഫുൾ ഡ്യൂയി ലുക്ക് തരും കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും ഞാൻ മെയിനായിട്ട് ശ്രദ്ധിച്ച കാര്യം. ജസ്റ്റ് അമേസിങ് പ്രൈമർ. ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ബ്യൂട്ടിഫുൾ സാധനമാണ്. പിന്നെ ഞാൻ ഈ പ്രാവശ്യം നൈക്കയിൽ പോയപ്പോഴത്തേക്കും ഒരു കൗണ്ടർ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ബിക്കോസ് കളർപോപ്പ് ഇസ് ഫൈനലി അവൈലബിൾ ഇൻ ഇന്ത്യ വയ നൈക്ക. അപ്പോൾ ഞാൻ അവരുടെ ഒരു ഫുൾ കൗണ്ടർ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. പക്ഷെ എനിക്കൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളർപോപ്പ് എന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്കും US ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ഓഫർ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. ബട്ട് ഇവിടെ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണോ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് ജസ്റ്റ് ഫോർ ഇതൊരു ഡ്രഗ് സ്റ്റോർ ഫൗണ്ടേഷൻ അല്ല, ഒരു ബ്രാൻഡാണ് US. ബിക്കോസ് ചേച്ചിയൊക്കെ വഴി അതന്നെ കിരണിൻ്റെ സിസ്റ്റർ വഴി ഞാൻ മുന്നേ കുറേ പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാനായിട്ട് തന്നെ എന്തിട്ടാണ് നമ്മളുടെ കളർപോപ്പിൻ്റെ പ്രൊഡക്ട്സ് വരുത്തിച്ചിട്ടുണ്ട്. എനിക്ക് ചേച്ചി വഴി വാങ്ങിയിട്ടില്ല തോന്നുന്നു. ഞാൻ തന്നെ 2 പ്രാവശ്യം നമ്മൾ ഇന്റർനാഷണൽ ഷിപ്പിംഗ് ചെയ്തിട്ട് ഞാൻ വരുത്തിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഇന്ത്യയിലേക്ക് വന്നു കഴിയുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതലാണോ എന്ന് എനിക്ക് തോന്നി. ബിക്കോസ് ജസ്റ്റ് ഒരു കൺസീലറിന് 850 rupees ആണ്. അതെനിക്ക് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയ മാതിരി തോന്നിയിട്ടുള്ളൂ. ലൈക്ക് എല്ലാ പ്രൊഡക്ട്സും 1000 above അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ അതെനിക്ക് ചില ഏറ്റവും അഫോർഡബിൾ $3 $4 അങ്ങനെയൊക്കെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന പ്രൊഡക്റ്റിനൊക്കെ ഇത്ര റേറ്റ് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ എനിക്ക് പൊട്ടിക്ക് കുറച്ച് ഓവർ പ്രൈസിങ് ആയതുപോലെ തോന്നിയായിരുന്നു. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാൻ ആകെ ഒരേ ഒരു പ്രൊഡക്റ്റാണ് വാങ്ങിച്ചത്. അവരുടെ പ്രിറ്റി ഫ്രഷ് ഹൈലറോണിക് ആസിഡ് ക്രീമി കൺസീലർ. ബിക്കോസ് എൻ്റെ കയ്യിൽ കുറച്ചധികം പ്രൊഡക്ട്സ് ഇരിപ്പുണ്ട്. ബിക്കോസ് ഞാൻ കുറച്ച് നാൾ മുന്നേ കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ കളർപോപ്പിൻ്റെ വെബ്സൈറ്റ് വഴി തന്നെ. സോ അവിടെ ഞാൻ കൺസീലർ മാത്രമാണ് ട്രൈ ചെയ്തത്. കൺസീലർ ഇസ് സോ ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺസീലർ തന്നെ മാത്രം നമുക്കിട്ട് ഫേസ് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും. പ്രത്യേകിച്ച് ഫൗണ്ടേഷൻ്റെ ആവശ്യമില്ല. സോ ഈ ഒരു കൺസീലർ ഇത് എൻ്റെ ഷെയ്ഡ് വന്നിട്ട് മീഡിയം ആണ് കേട്ടോ. 90 അയ്യോല്ല എനിക്ക് മനസ്സിലാവണില്ല 90W ആണ് എൻ്റെ ഷെയ്ഡ്. ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. നല്ല കവറേജ് ഉണ്ട്. ഒട്ടും തന്നെ ഡ്രൈയിങ് അല്ല, ഫൈൻ ലൈൻസ് വരില്ല. ആൻഡ് ഓൾസോ ഫൗണ്ടേഷൻ ഇട്ട് കഴിയുമ്പോഴും ബ്യൂട്ടിഫുൾ ആണ്. അതായത് കളർപോപ്പ് നമുക്കറിയാം നല്ല ഭയങ്കര ക്വാളിറ്റി ഉള്ള കിഡിലെ പ്രൊഡക്ട്സ് തരുന്ന ഒരു അഫോർഡബിൾ ബ്രാൻഡാണ്. അപ്പോൾ ഇത് ഒട്ടും മോശമാവാൻ തന്നെ ചാൻസ് ഇല്ല. ഇറ്റ്സ് സോ ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റ് ഫ്രം ആമസോൺ ഈ മാസിൻ്റെ ബി ദ ചേഞ്ച് യു വോണ്ട് ടു ബി, അതായത് കളർ ചേഞ്ചിങ് PH ലിപ്സ്റ്റിക്സ്. PH ലിപ്സ്റ്റിക് ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്തത് ഗ്രീൻ ആണെങ്കിലും എനിക്ക് വന്നത് ഈ ഒരു റാസ്ബെറി ഷെയ്ഡാണ്. ഇതിൻ്റെ മണം ആദ്യം മണക്കുമ്പോൾ ഭയങ്കര സുഖമാണ്. പക്ഷേ മണം അധികം മേക്കപ്പിൽ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ കുറച്ച് ഡിസ്കസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് കുറച്ച് മട്ടിക്കുന്ന മാതിരിയാണ് തോന്നുന്നത് ഈ മണം. പക്ഷെ കുറേ നേരം ഈ മണം നിൽക്കത്തൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്രിസ്റ്റൽ റെഡ് മാതിരിയാണ് ഇരിക്കുന്നത്. ആൻഡ് ഇത് നമ്മൾ ലിപ്പിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഫ്യൂ സെക്കൻഡ്സിനുള്ളിൽ തന്നെ നല്ല ഒരു ബ്യൂട്ടിഫുൾ പിങ്ക് ആയിട്ട് അത് മാറും. ആൻഡ് ഒരു ഇച്ചിരി സമയം കൂടി കഴിയുമ്പോഴത്തേക്ക് അതൊന്നും കൂടി ഡാർക്ക് ആവും. ഒരു ലൈറ്റ് ഒരു മെജന്ത-ഇഷ് കളറിലേക്ക് അത് മാറും. ആൻഡ് കുറച്ച് നേരം ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും കേട്ടോ. നമ്മൾ തുടച്ച് കളഞ്ഞാൽ ഒന്നത് പെട്ടെന്ന് പോകത്തില്ല. ഐ തിങ്ക് ഇതിന് 300 and something rupees ആണോ 400 and something rupees എനിക്ക് ഓർമ്മയില്ല. സംതിങ് ബിറ്റ്വീൻ 300 and 400 ആണ്.
അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും നമുക്ക് ഒരു പ്രത്യേക. ആൻഡ് ഓൾസോ ഇതിട്ട് കഴിഞ്ഞപ്പോട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുണ്ട് നല്ല എന്താ ആ ഒരു നമ്മുടെ ചുണ്ടിൽ കുറച്ചിങ്ങനെ ഫൈൻ മാർക്സുകളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ മാറിയിട്ട് നല്ല നല്ല നറിഷ്ഡ് ആയിട്ടും നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടും ഇരിക്കുന്ന മാതിരി എനിക്ക് തോന്നി കേട്ടോ. എനിക്ക് അതാണ് ഞാൻ ഈ ലിപ്സ്റ്റിക്കിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിച്ച കാര്യം. നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കുന്നുണ്ട്. ലിപ്സിലൊന്നും നമുക്ക് അതിൻ്റെ ലൈൻസ് എന്നാൽ ഭയങ്കര പ്ലംപ് ആയിട്ടില്ല, അത് വേറെ സത്യം. നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന മാതിരി തോന്നി എനിക്ക്. അതുകൊണ്ട് സാധനം ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിയുമ്പോൾ ഇതും ആമസോണിന്നാണ്. ഇത് വാക്സ് സ്റ്റിക്കാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് അറിയുണ്ടാവും, നമ്മളുടെ ഈ സ്ലീക്ക് ഹെയർ സ്റ്റൈൽസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഭയങ്കര ഫ്ലൈവേഴ്സ് ഒക്കെ ഇങ്ങനെ നമ്മളുടെ ഇങ്ങനെ ഒട്ടി, അതായത് സ്ലീക്ക് ലുക്ക് തരാൻ വേണ്ടിയിട്ടുള്ള വാക്സ് ആണ്. ഇത് കുറേ നാളായിട്ട് ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരുന്നത്. അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് ആണ് ആൻഡ് നല്ല റിവ്യൂ ഉണ്ട്. പേഴ്സണലി ഞാൻ ട്രൈ നോക്കി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് പേഴ്സണലി ഞാൻ ട്രൈ നോക്കിയിട്ടില്ല, ബട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കി. അത് ഇങ്ങനെ വെച്ച് നോക്കിയപ്പോഴത്തേക്കും മുടി നല്ല സൂപ്പർ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അല്ലാണ്ട് ഞാനൊരു സ്ലീക്ക് ലുക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്ത് നോക്കില്ല, അല്ലാണ്ട് ടെസ്റ്റ് അടിച്ച് നോക്കിയിട്ട് ഐ എം സോ ഇംപ്രസ്ഡ്. ഇതിനും 400 റുപ്പീസേ ഉള്ളൂ ആമസോണിൽ. അടിപൊളി പ്രൊഡക്റ്റ് ആണ്. സ്ലീക്ക് ലുക്ക് ഒക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവരും അല്ലെങ്കിൽ കുറേ ബേബി ഹെയർസ് കൊണ്ട് കഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാന്നുള്ളതാണ്. ആൻഡ് ഇനി എൻ്റെ കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ IRL ഫിൽറ്റർ ഫിനിഷ് സോഫ്റ്റ് മാറ്റ് കൺസീലർ ആണ് കേട്ടോ. ഇത് മേക്കപ്പ് റെവല്യൂഷൻ്റെ കൺസീലർ ആണ്. ഇതിൻ്റെ ഫൗണ്ടേഷൻ ആക്ച്വലി ഭയങ്കര റിവ്യൂ ആണ്. ആൻഡ് ഇതിൻ്റെ അങ്ങനെ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് കൺസീലർ ട്രൈ ചെയ്ത് നോക്കാമെന്ന് ചോദിച്ചത്. അപ്പോൾ ഇതിൻ്റെ കൺസീലർ കണ്ടപ്പോൾ ഞാൻ കൺസീലർ വാങ്ങി നോക്കാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ എന്താ പറയുക, ടിപ്പ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ട. ഇങ്ങനത്തെ നമ്മൾ യൂഷ്വലി കാണുന്ന ആദ്യത്തെ ടിപ്പല്ല, എനിക്കൊരു ഒരു ചെരുപ്പ് ഒരു ഷേപ്പ് മാതിരി ഹീലുള്ള ചെരുപ്പ് ഇരിക്കുന്ന മാതിരി ഉണ്ട്. സംഭവം നല്ല ഫിനിഷാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺസീലറാണ്. മേക്കപ്പ് റെവല്യൂഷൻ ആക്ച്വലി ഭയങ്കര നല്ല പ്രൊഡക്ട്സ് ഉള്ള ഒരു ബ്രാൻഡാണ്. നമ്മൾ കുറേയൊക്കെ തപ്പിയെടുക്കണം. ചിലതിനൊക്കെ ഇച്ചിരി റേറ്റ് ഉള്ളത് മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ദ പെർഫോമൻസ് ഇസ് അമേസിങ്. ഇവരുടെ ഫൗണ്ടേഷൻ, സ്റ്റിക്ക് ഫൗണ്ടേഷനൊക്കെ ഞാൻ മുന്നേ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ് കുറേ കാലം മുന്നേ. സോ ഡാം ഗുഡ് ആണ്. അത്രയ്ക്ക് നല്ല ഫിനിഷും നല്ല ഭംഗിയാണ് നമ്മുടെ സ്കിന്നിലിട്ടാലും. ഈ IRL ഫിൽറ്ററും നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺസീലറാണ്, അമേസിങ് പെർഫോമൻസ് ആണ് കേട്ടോ. ഇനി ഞാനൊരു ഇന്റർനാഷണൽ മേക്കപ്പ് സ്റ്റോറിൽ നിന്ന് ഞാൻ വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റ് ആണ്. വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. എവിടെ നോക്കിയാലും ഈ ഒരു ഇത് എനിക്ക് തോന്നുന്നു നമ്മളുടെ റെയർ ബ്യൂട്ടീൻ്റെ അല്ലല്ലോ, റിയാനേൻ്റെ ബ്രാൻഡ് ഉണ്ടല്ലോ, എന്താ അതിൻ്റെ പേര്, ആ ഒരു ബ്രാൻഡിൻ്റെ, റിയാനയുടെ ബ്രാൻഡിൻ്റെ പേര് ഞാൻ മറന്നു. ഈശ്വര, റിയാനയുടെ ബ്രാൻഡിൻ്റെ പേര് എന്തായിരുന്നു? എനിക്ക് ഓർമ്മയില്ല. റെയർ ബ്യൂട്ടി മറ്റേ സലീന ഗോമസിൻ്റെ അല്ലേ. അപ്പം മറ്റേ ബ്രാൻഡിൻ്റെ എന്താ അവരുടെ ഒരു ഫൗണ്ടേഷൻ്റെ ഡ്യൂപ്പാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് ഈ ലോട്ടെ ലണ്ടൻ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ്. അവരുടെ ഹൈലൈറ്റർ, അതായത് നമ്മൾ ഈ ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, ഫ്ലാഷ് അടിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നമ്മളുടെ ഫേസ് വേറെ ലെവലിൽ ഇങ്ങനെ പാർട്ടിക്ക് പള്ളിപ്പെരുന്നാളിന് പോയ മാതിരത്തെ അവസ്ഥയായിട്ടാണ് ഇത് കാണിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടിട്ടാണ് ഞാനിത് ആക്ച്വലി വാങ്ങിച്ചേട്ടോ. പക്ഷേ എനിക്കിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എത്ര ഇഷ്ടമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് വലിയ ഫാൻ ആയില്ല. ഫസ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സാധാരണ ഗ്ലിറ്റർ ഹൈലൈറ്റർ ആണ്. അതാണ് അങ്ങനെയാണ് എനിക്കത് ഫീൽ ചെയ്തത്. നമ്മുടെ കുറച്ച് ചങ്കി അല്ലാത്തൊരു മീഡിയം ടൈപ്പ് ഓഫ് ഗ്ലിറ്റർ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു എന്താ ഐ ഷാഡോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഫ്ലാഷ് അടിച്ച് കഴിഞ്ഞാൽ ഈ എഫക്റ്റ് തന്നെ വരും എന്നാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഇത് എനിക്ക് ഒരു കാര്യം ഇഷ്ടപ്പെടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻസിന് കുറച്ച് വോം ടോൺ കൂടുതലാണ്. നമ്മൾ വോം ആണല്ലോ, ഒരു മഞ്ഞ കളറല്ലേ നമുക്ക്. ഇത് സിൽവർ ആണ്. അപ്പം നമ്മളുടെ ഫൗണ്ടേഷനും ബ്ലഷും ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെ ഇടുമ്പോഴത്തേക്കും ആ ഒരു സിൽവറിഷ് ഫീൽ നമ്മുടെ ഫേസിൽ വരുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര വിഷമമായി. ബിക്കോസ് ഈ സാധനത്തിന് ഒടുക്കത്തെ വിലയാണ്. ഓക്കെ, ഇത് ശരിക്കും മേ ബി വേണമെങ്കിൽ അബ്രോഡിൽ ഇത് ഭയങ്കര റേറ്റ് കുറവായിരിക്കും. പക്ഷേ ഇന്റർനാഷണൽ സ്റ്റോഴ്സ്, ഇൻസ്റ്റഗ്രാം സ്റ്റോഴ്സ് വഴി വാങ്ങിക്കുമ്പോൾ പിന്നെ ഒടുക്കത്തെ റേറ്റ് ഉണ്ട്. ഓർമ്മ ശരിയാണെങ്കിൽ ഇത് 2000 രൂപ എന്താണ്ട് അറൗണ്ട് 1800 രൂപയോ 2000 രൂപ എന്താണ്ട് ആയിട്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. പക്ഷേ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ്. ബിക്കോസ് ഞാനിത് പല തവണ ഇങ്ങനെ ഇട്ട് നോക്കിയിട്ടൊന്നും എനിക്കങ്ങനെ ഹാപ്പി ആയില്ല. ഓൾസോ ഒരു കാര്യം കൂടി എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇത് അധികം ലാസ്റ്റും ചെയ്യുന്നില്ല. ഓക്കെ, ഇത് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ടോട്ടലി ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. ഈ പ്രൊഡക്റ്റ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല. ഇത് ഭയങ്കര ഓവർ ഹൈപ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്, അല്ലാണ്ട് അത് വേർത്ത് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഞാനിങ്ങനെ വാവയ്ക്കൊക്കെ ചുമ്മാ അവൾക്ക് ഇങ്ങനെ സ്വാച്ച് ചെയ്യാൻ ഇഷ്ടം. അപ്പോൾ ഞാനിത് അവളുടെ മേത്തും ഇങ്ങനെ കയ്യിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് നോക്കി. ആൻഡ് ഫേസിൽ ഒരു ഇച്ചിരി ഇങ്ങനെ ഹൈലൈറ്റർ മാതിരി ഞങ്ങൾ രണ്ടുപേരും ഇട്ടു. പെട്ടെന്ന് പോയി. അതായത് ഒട്ടും തന്നെ അത് ലാസ്റ്റ് ചെയ്തില്ല. നമ്മുടെ മേക്കപ്പ് ഒക്കെ നമുക്കറിയാലോ, ഹൈലൈറ്റേഴ്സ് ഒക്കെ നല്ലോണം ലാസ്റ്റ് ചെയ്യാറില്ലേ. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ പ്രൊഡക്റ്റ് നിന്നും കൂടിയില്ല. പെട്ടെന്ന് നമ്മുടെ കണ്ണിൻ്റെ മുകളിലിട്ട് നോക്കി, ചീക്സിലിട്ട് നോക്കി, മൂക്കിലിട്ട് നോക്കിയിട്ടൊക്കെ പെട്ടെന്നാണ് പോയത്. അപ്പോൾ അതെനിക്ക് തോന്നുന്നു വളരെ ഓവർ ഹൈബ്രിഡ് ഉള്ള പ്രൊഡക്റ്റാണ്. നമ്മുടെ ഇന്ത്യൻ വോം സ്കിൻ ടോൺ ഇത് മാച്ച് ആവാത്തൊരു ഹൈലൈറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. മൊത്തത്തിൽ എൻ്റെ കഷ് പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കോട് അത്രയും പ്രൊഡക്ട്സ് ഉള്ളൂ എനിക്ക് ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? അത്രയും പ്രൊഡക്ട്സ് ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വിക്ക്
ക്വിക്ക് റിവ്യൂ ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു, യൂസ്ഫുൾ ആയതാണ് എൻ്റെ വിചാരം, അല്ല എൻ്റെ വിശ്വാസം. ആൻഡ് പ്രൊഡക്റ്റ് ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി മറന്നുകൊണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട്. അപ്പോൾ സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.